ഹായ് മക്കളെ, ഇവിടെ കുറേ കുട്ടികൾക്ക് +1 റിസൾട്ട് കഴിഞ്ഞപ്പോൾ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് +1ൻ്റെ സംശയങ്ങളാവട്ടെ ഇനിയിപ്പോൾ +2ലാണ് നിങ്ങൾ, അതായത് ഇനി +2ൽ ഒരുപാട് സംശയങ്ങൾ വരാണ്ട്, ചിലപ്പോൾ ചില ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ട ഒരു ചാനലാണ് ഈ ചാനൽ. അപ്പോൾ ഇനി മുതൽ +2 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ +1 ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികളായിരിക്കും. പക്ഷേ ഇനി നിങ്ങൾക്ക് +2 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ടത് ഈ ചാനലിലാണ്. +1ൻ്റെ അവിടെ കഴിഞ്ഞു, ഇനി അവിടെ 10th കഴിഞ്ഞ കുട്ടികൾ വരട്ടെ. ആ +1ൻ്റെ ഇപ്പം നിങ്ങൾക്ക് നിലവിൽ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലൈവും കാര്യങ്ങളൊക്കെ ഇതിലേക്കായിരിക്കും. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ +1ൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഗ്രേഡ് കാണുന്നില്ലല്ലോ, ഗ്രേഡ് ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും? ആദ്യം തന്നെ മക്കളോട് പറയാനുള്ളത്, +1 എന്ന് പറയുന്നത് വേറെ, +2 എന്ന് പറയുന്നത് വേറെ, അങ്ങനെയല്ല. ഈ +1 +2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് 200 മാർക്കിലായിരിക്കും ഒരു സബ്ജക്റ്റ് വരാം. അതായത് TEC എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വാങ്ങിയതും, സി എന്ന് പറയുന്നത് സ്കൂളത്തെ ടീച്ചേഴ്സ് നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്ന മാർക്കും. അപ്പോൾ സിൻ്റെ മാർക്കിൻ്റെത് അവിടെ നിൽക്കട്ടെ. ടി മാർക്കിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് 80 മാർക്കിൽ ഒരു ഇത്ര മാർക്ക് വാങ്ങണം, ചിലത് 60 മാർക്കിലായിരിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത്, അതായത് ഈ +1 +2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ +2ൻ്റെ റിസൾട്ട് വരുമ്പോഴാണ്, അതായത് +2 കൂടി എഴുതി കഴിഞ്ഞ് ഒരുമിച്ചുള്ള റിസൾട്ട് വരുമ്പോഴാണ് ഗ്രേഡ് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ 200ലുള്ള എല്ലാ വിഷയങ്ങളും 200ലായിരിക്കും, ടോട്ടൽ 1200 +1 +2 കൂടി കൂട്ടിയിട്ട് ടോട്ടൽ. അപ്പോൾ +2 റിസൾട്ട് വരുമ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഒരു A+ കിട്ടിയിട്ടുണ്ട്, അതിന് 100, ടോട്ടൽ മാർക്ക് എന്നുള്ളത് 180 മക്കളെ, നിങ്ങൾക്ക് യാതൊരു ഇതുമില്ല. +1ൽ അങ്ങനത്തെ ഗ്രേഡ് സിസ്റ്റം ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ +2 കഴിയുമ്പോഴാണ് അത് അറിയാൻ കഴിയുള്ളൂ. +2ൽ 200ൽ 180 മാർക്കിൻ്റെ മേലൊക്കെ ഉണ്ടെങ്കിൽ 180, 181, 182 അങ്ങനെ 200 വരെയുള്ള മാർക്കാണെങ്കിൽ അതിനെ A+ എന്ന് പറയും. 180ൻ്റെ താഴേക്കാണെങ്കിൽ A ഗ്രേഡ് എന്ന് പറയും. അങ്ങനെ ഒരു 20 മാർക്ക് വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 160ൻ്റെ മേലേക്ക് മുതൽ, അതായത് 160 മുതൽ 179 വരെയാണെങ്കിൽ അതിനെന്താണ്, A ഗ്രേഡ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ +1ൽ അങ്ങനെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം എന്നുള്ളതില്ല. നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ്, ആ മാർക്കിൻ്റെ കൂടെ +2ൻ്റെ മാർക്കും കൂടി വരുമ്പോഴാണ് ഗ്രേഡ് മനസ്സിലാക്കുക. ഇത് +2ൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഗ്രേഡ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, +1ൽ അങ്ങനെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഇല്ല. +1 വേറെ, +2 വേറെ എന്നൊന്നുമില്ല. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് +2 കഴിയുമ്പോൾ റിസൾട്ട് വരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ Instagram ID നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരുണ്ട്. ഇല്ലാത്തവരെന്ത് ചെയ്യുക, അതിലൂടെ മെസ്സേജ് അയക്കുക. SP_Sahad, SP ഒരു അടിവിൽ വര SAHAD, ഇതിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക. ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ കൊല്ലത്തേക്ക് നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ എന്തായിരിക്കും, ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഈ സംശയം ക്ലിയർ അല്ലേ? അപ്പോൾ +1ൽ എന്തില്ല, ഗ്രേഡിംഗ് സിസ്റ്റം ഇല്ല. ഇത് രണ്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഉണ്ടാവുക. അതന്നെ ഈ 200ൽ 180ൻ്റെ മേലേക്കാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും, A+ എന്ന് പറയും. ഇനി 180, 160ൻ്റെ ഇടയിലാണെങ്കിൽ, അല്ലെങ്കിൽ അത് മുതലാണെങ്കിൽ അതിന് A ഗ്രേഡ് എന്നും പറയും. പിന്നെ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാവും. അതൊക്കെ നമുക്ക് +2 കഴിയുമ്പോൾ നോക്കാം. ഇപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റത്തെ പറ്റി യാതൊരുവിധ ടെൻഷനും വേണ്ട. ഓക്കെ അല്ലേ? ബൈ ബൈ.